നമസ്കാരം. ഇടുക്കി കരുണാപുരം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വാക്കേറ്റം. വെള്ളിയാഴ്ച നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കടുത്ത വാക്കേറ്റം നടന്നത്. പഞ്ചായത്ത് ഫണ്ട് പക്ഷപാതപരമായി വീതിക്കുകയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. 16 ലക്ഷം രൂപ വീതം തങ്ങൾക്ക് അനുവദിച്ച ശേഷം 1 കോടി രൂപ ഭരണസമിതി അംഗങ്ങൾ ഏകപക്ഷീയമായി കൈകാര്യം ചെയ്യാനാണ് പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്നും അംഗീകാരം നൽകാതെ മാസങ്ങൾക്ക് മുൻപേ തിരിച്ചയച്ച പ്ലാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ പോലും ഭരണസമിതി തയ്യാറാവുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ശേഷം കോഴ വാങ്ങി നിയമനം നടത്താനാണ് ഭരണസമിതിയുടെ നീക്കം. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അശ്ലീല ചൊവ്വയുടെ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും നടത്തുന്ന പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ വനിതാ അംഗങ്ങൾ വനിതാ കമ്മീഷനെ സമീപിക്കുമെന്നും പഞ്ചായത്തിലെ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവ് മിനി പ്രിൻസ് പറഞ്ഞു. കൂറുമാറ്റത്തിലൂടെ അധികാരത്തിലേറിയ നിലവിലെ പ്രസിഡന്റ് ജനാധിപത്യ ഭരണ സംവിധാനം അട്ടിമറിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ പഞ്ചായത്തിലെ 17 മെമ്പർമാർക്കും 16 ലക്ഷം രൂപ വീതം തുല്യമായിട്ടാണ് നൽകിയതെന്നും ബാക്കി 1 കോടി രൂപ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ വികസനത്തിനായിട്ടാണ് വിനിയോഗിക്കുന്നതെന്നും പ്രസിഡന്റ് പറയുന്നു. കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയതിനാലാണ് താൽക്കാലിക ജീവനക്കാരെ മാറ്റാൻ കമ്മിറ്റി തീരുമാനമെടുത്തതെന്നും പ്രസിഡന്റ് പറയുന്നു. നിങ്ങൾ നടത്തുകയോ നിങ്ങളങ്ങ് നടത്തുകയോ നിങ്ങൾ നടത്തേ. നിങ്ങളുടെ കുടുംബത്തിനാണോ കൊണ്ടുവന്നാണോ? ജീവിക്കാൻ കിട്ടും കേട്ടോ, ജീവിക്കാൻ കിട്ടും. അതല്ലേ ഇങ്ങനെ കാലുവാരികൾക്ക് ജീവിക്കാൻ കിട്ടും. എന്നാ തന്നോടത്തോടാ കാല് വാരിയിട്ട് കാര്യോ? ഞങ്ങൾ അങ്ങനെ